കുട്ടികളുടെ പഠനത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ഇനി രക്ഷകർത്താക്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകും. പത്തനംതിട്ടയിലെ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ ഒരു കൂട്ടം യുവാക്കൾ ചേർന്നാണ് സേവ് കിഡ്സ് എന്ന മൊബൈൽ ആപ്ലിക്കേഷന് രൂപം നൽകിയത്. എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് തുടങ്ങിയ സ്റ്റാർട്ടപ്പ് എന്ന കമ്പനിയാണ് സേവ് കിഡ്സ് എന്ന സോഫ്റ്റ്വെയറിന് രൂപം നൽകിയത്. വിദ്യാർത്ഥികളുടെ സ്കൂളിലെ ഹാജർ നില, പഠന നിലവാരം, പ്രോഗ്രസ് റിപ്പോർട്ട് തുടങ്ങിയ വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ രക്ഷിതാക്കളുടെ മൊബൈൽ ഫോണിൽ സന്ദേശമായി എത്തും. മാത്രമല്ല, ഹർത്താൽ, ബസ്സുകളുടെ സമയം തുടങ്ങിയവയും സേവ് കിഡ്സിലൂടെ എത്തുന്ന തരത്തിലാണ് സോഫ്റ്റ്വെയറിന് രൂപം നൽകിയിട്ടുള്ളത്. റാപ്പിഡ് പേരന്റ് അലർട്ട് സിസ്റ്റം എന്ന ഈ പദ്ധതി സംസ്ഥാനത്തെ പല പ്രമുഖ സ്കൂളുകളിലും ആരംഭിച്ചു കഴിഞ്ഞു. സേവ് കിഡ്സ് സോഫ്റ്റ്വെയർ സ്കൂളുകൾക്ക് സൗജന്യമായാണ് കമ്പനി നൽകുന്നത്. സേവ് കിഡ്സ് എന്നുള്ള പ്രൊജക്ട് സ്കൂൾസിനെ ബേസ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. ഇതേപോലെ തന്നെ ഒരു പേരൻസിനെ ഇൻഫോം ചെയ്യുന്ന സിസ്റ്റമാണ്. അതായത് റാപ്പിഡായിട്ട് പേരൻസിനെ അലേർട്ടുകൾ സെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സേവ് കിഡ്സ് എന്നുള്ളത്. ഇത് സ്കൂളുകൾക്ക്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കൂളുകൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഇതിൻ്റെ പേരിൽ ഒരു ഹിഡൻ ചാർജ് ഞങ്ങൾ പേരൻസിൻ്റെ സ്കൂളിൻ്റെ ഈടാക്കുന്നില്ല. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. സന്ദേശം സ്വീകരിക്കുന്ന ഗ്രൂപ്പിൽ നിന്നും രക്ഷകർത്താവിന്റെ ഫോൺ നമ്പർ പിൻവലിച്ചാൽ അത് ഉടൻ തന്നെ കമ്പനിക്ക് അറിയുവാൻ കഴിയും. ഇത് കാരണം രക്ഷകർത്താവിന്റെ അറിവോടെയാണോ പിന്മാറ്റമെന്ന് ഉറപ്പിക്കാനും സാധിക്കും. ഗവൺമെന്റിന്റെ സഹായമുണ്ടായാൽ സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും സേഫ് കിഡ്സ് പദ്ധതി വ്യാപിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഈ യുവാക്കൾ. ക്യാമറാമാൻ ബിനു കൊച്ചിക്കൊപ്പം ബിജി വർഗീസ്, ജീവൻ ന്യൂസ്, പത്തനംതിട്ട.